ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന് 10-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, നമുക്ക് പോരാട്ടമുണ്ട്, നമുക്ക് യുദ്ധമുണ്ട്. ഓരോ മനുഷ്യന് യുദ്ധമുണ്ട്. അന്ധകാര ശക്തി, ഈ അന്ധകാര ശക്തി അനേകം കുടുംബങ്ങളെ മുടിച്ചുകൊണ്ടിരിക്കുന്നു, അനേകം വ്യക്തികൾക്ക് സ്വസ്ഥത നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അനേകരെ പരസ്പരം കലഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പൈസയുടെ കാര്യത്തിലാകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവിൻ്റെ കാര്യത്തിലാകാം, തർക്കങ്ങളും വിതർക്കങ്ങളും ഉണ്ടാക്കുന്നു. തന്മൂലം ആളുകൾ പരസ്പര ബന്ധം ഉലഞ്ഞു പോകുന്നു, സ്നേഹബന്ധം ഉലഞ്ഞു പോകുന്നു. അതിൻ്റെ എല്ലാം പിന്നിൽ പിശാചാണ് നിൽക്കുന്നത്. ഓരോരുത്തരും ചിന്തിച്ച് നോക്കി അറിയാം, ചിലപ്പോൾ ഒരു കാരണവുമില്ലാതെ കോപവും ക്രോധവും പൊന്തി വരുന്നു, പുകഞ്ഞു വരുന്നു കോപം. അല്പനേരം കഴിഞ്ഞൊരു സുബോധം പ്രാപിച്ച് കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കിയാൽ ഓർക്കും, എന്തിനാണ് ഞാൻ കോപിച്ചത്? ഞാൻ അത്ര എടുത്ത് കോപിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അപ്പോൾ ലജ്ജ തോന്നും, വേണ്ടായിരുന്നല്ലോ, എന്തിനു കോപിച്ചു? ലജ്ജ തോന്നും. പക്ഷേ കോപിച്ച് കഴിഞ്ഞിരിക്കും, പെട്ടെന്ന് ശുണ്ഠി പിടിച്ച് കഴിഞ്ഞിരിക്കും. മർക്കടമുഷ്ടി പിടിക്കുക, കടുംപിടുത്തം പിടിക്കുക, ഞാൻ പറഞ്ഞതുപോലെ നടന്നേ പറ്റൂ എന്നുള്ള നിർബന്ധം ഉണ്ടായിരിക്കുക. ഇതിൻ്റെ എല്ലാം പിന്നിൽ പിശാചാണ്. കോപവും കടുംപിടുത്തവും ദുശ്ശാഠ്യവും എല്ലാം. പൈശാചിക സൈന്യമുണ്ട്, അന്ധകാര ശക്തിയുണ്ട്. ഈ അന്ധകാരത്തിൽ നിന്ന് നമ്മെ വെളിച്ചത്തിലേക്ക് വരുത്തുവാനാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുത്തുവാൻ, ഇരുളിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് പ്രകാശത്തിൻ്റെ ഗോപുരത്തിലേക്ക് നമ്മെ ആനയിക്കുവാനാണ് കർത്താവായ യേശുക്രിസ്തു വന്നത്. ഇരുളിൻ്റെ അധികാരത്തിലാണ് നമ്മിൽ പലരും ഇരിക്കുന്നത്. ഇരുളിൻ്റെ അധികാരത്തിൽ, പൈശാചികൻ്റെ ബന്ധനത്തിലാണ് പലരും, സാത്താൻ്റെ ബന്ധനത്തിൽ. സാത്താൻ അനേകരെ കെട്ടിയിട്ടിരിക്കുകയാണ്, അനേകരെ കൂച്ചുവിലം കെട്ടിരിക്കുകയാണ്. ബന്ധനത്തിലിരിക്കുന്ന മനുഷ്യൻ അവൻ അറിയുന്നില്ല അവന് ബന്ധനമുണ്ട് എന്ന്. പല ദുശ്ശീലങ്ങളുടെയും ബന്ധനമുള്ള ആളുകളുണ്ട്, ചില ദുസ്വഭാവത്തിന് ബന്ധനമുള്ള ആളുകളുണ്ട്, പലതരത്തിലുള്ള ദുഷ്പരിചയങ്ങളുടെ ബന്ധനമുള്ള ആളുകളുണ്ട്. അനേകം ബന്ധനങ്ങൾ. ബന്ധനമുള്ള മനുഷ്യന് വാസ്തവത്തിൽ ആവശ്യം ബന്ധന വിമോചനമാണ്, ബന്ധന വിമുക്തിയാണ്. ബന്ധനത്തിൽ നിന്ന് മോചനം കിട്ടുക എന്നുള്ളതാണ്. മനുഷ്യന് സ്വാതന്ത്ര്യം വേണം. അനേകർ ഇന്ന് പൈശാചികൻ്റെ അടിമത്തത്തിൽപ്പെട്ട് ഞെരിയുകയാണ്. പിതാക്കന്മാർ പ്രാർത്ഥിക്കും, കർത്താവേ നിന്റെ നാമത്തെ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ എന്ന്. കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. മനുഷ്യൻ്റെ ആത്മാവ് കാരാഗ്രഹത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്, ജയിലിൽ കിടക്കുകയാണ്. വഴക്കുണ്ടാക്കുന്നതും കലഹം ഉണ്ടാക്കുന്നതും പിണക്കം ഉണ്ടാക്കുന്നതും അകൽച്ച ഉണ്ടാക്കുന്നതും ഭിന്നത ഉണ്ടാക്കുന്നതും എല്ലാം പൈശാചികൻ്റെ തന്ത്രമാണ്. അതെല്ലാം പൈശാചികൻ്റെ സൂത്രമാണ്. മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ എന്നെ സാത്താൻ കെട്ടിയിട്ടിരിക്കുന്നല്ലോ, ചില ബന്ധനങ്ങൾ കുടുക്കിയിട്ടിരിക്കുന്നല്ലോ, എനിക്ക് മോചനം തരണമേ എന്ന് പിതാക്കന്മാർ പ്രാർത്ഥിച്ചു. നാമും അതാണ് പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്താവിഷയം പ്രകാശം പ്രദാനം ചെയ്യുന്നവൻ യേശുക്രിസ്തു. യേശുക്രിസ്തു പ്രകാശം തരുന്നവൻ, യേശുക്രിസ്തു പ്രകാശം നൽകുന്നവൻ. എവിടെ അന്ധകാരമുണ്ടോ അവിടെ പ്രകാശം പരത്തുവാനായി കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് അവതരിച്ചു. ഇരുളടഞ്ഞ ലോകത്തിലേക്ക് പ്രകാശത്തിൻ്റെ അത്ഭുത വെളിച്ചം പകരാനായി കർത്താവായ യേശുക്രിസ്തു എഴുന്നള്ളി വന്നു. യേശുക്രിസ്തു ഉള്ളിലേക്ക് വന്നാൽ ഉള്ളിൽ പ്രകാശമാകും. അന്ധകാര ശക്തികൾ ഓടി ഒളിക്കും. കോപം മാറും, വഴക്ക് മാറും, പിണക്കം മാറും. ക്ഷമിക്കാൻ സാധിക്കും, പൊറുക്കാൻ സാധിക്കും, മറക്കാൻ സാധിക്കും, സ്നേഹിക്കാൻ സാധിക്കും, വിശ്വസിക്കാൻ സാധിക്കും. ദൈവത്തിലുള്ള ആശ്രയം വരും, ദൈവത്തോട് ഒരു ബന്ധം വരും. സാത്താൻ്റെ ബന്ധനം അഴിഞ്ഞ് നാം സ്വതന്ത്രരായിത്തീരുന്ന ദൈവത്തെ സ്തുതിക്കുന്നവരായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഗൗരവമേറിയ കാര്യങ്ങൾ. നമുക്കതിന് ശമൂവേലിൻ്റെ 2-ാമത്തെ പുസ്തകം 12-ാം അധ്യായത്തിലൊരു വാക്യം വായിക്കാം. 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമുക്ക് വായിക്കാം. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആ മനുഷ്യൻ നീ തന്നെ. ഇന്ന് ഇതുപോലെ ചെറിയൊരു വാക്യം ചിന്തിക്കുകയാണ്. ആ മനുഷ്യൻ നീ തന്നെ. അന്ധകാരത്തിന് അടിമപ്പെട്ട ആ മനുഷ്യൻ നീ തന്നെ. വ്യഭിചാരം ചെയ്ത ആ മനുഷ്യൻ നീ തന്നെ. കൊലപാതകം ചെയ്ത ആ മനുഷ്യൻ നീ തന്നെ. സാധുവിനെ കൊലപ്പെടുത്തിയ ആ മനുഷ്യൻ നീ തന്നെ. പാവം സ്ത്രീയെ വഞ്ചിച്ച് കബളിപ്പിച്ച് അവളെ ഗർഭിണിയാക്കിയ ആ ദുഷ്ടമനുഷ്യൻ നീ തന്നെ. ആ മനുഷ്യൻ നീ തന്നെ. വ്യക്തമായി പ്രവാചകൻ നാവിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശബ്ദിക്കുകയാണ്. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ഏക വിശുദ്ധ റൂഹ നാഥാം പ്രവാചകൻ നാവിൽ കൂടി അങ്ങനെയാണ് സംസാരിച്ചത്.
പ്രവാചകൻ നാവിൽ കൂടി വിസ്തൃഹ സംസാരിച്ചു. പ്രവാചകൻ നാവിൽ കൂടി വിസ്തൃഹ സംസാരിച്ചു. നാഥാൻ പ്രവാചകൻ സംസാരിച്ചു. നാഥാൻ പ്രവാചകൻ വിരൽ ചൂണ്ടി ദാവീദിന് നേരെ, ആ മനുഷ്യൻ നീ തന്നെ. ദാവീദ് രാജാവായിരുന്നു. ദാവീദ് ഭരണാധിപതിയായിരുന്നു. ദാവീദിന് കൊട്ടാരങ്ങളുണ്ടായിരുന്നു. ദാവീദിന് അരമനകളുണ്ടായിരുന്നു. ദാവീദിന് ഭാര്യമാരുണ്ടായിരുന്നു. ദാവീദിന് മക്കളുണ്ടായിരുന്നു. ദാവീദിന് സേനാ സന്നാഹങ്ങളുണ്ടായിരുന്നു. ദാവീദ് വീരശൂര പരാക്രമിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ പ്രവാചകൻ്റെ വാക്കുകളുടെ മുന്നിൽ ദാവീദ് വിറച്ചു. പ്രവാചകൻ്റെ വാക്ക്, ദാവീദിൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രവാചകൻ എഴുന്നള്ളി വന്ന് പ്രവാചകൻ പറയുന്ന വാക്ക്, ആ വാക്ക് കേട്ടപ്പോൾ ദാവീദ് വിറച്ചുപോയി. ആ മനുഷ്യൻ നീ തന്നെ, ആ മനുഷ്യൻ നീ തന്നെ, ആ ദുഷ്ടമനുഷ്യൻ നീ തന്നെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. തുടർന്ന് പ്രവാചകൻ പറയുന്ന വാക്കുകൾ വായിക്കുമ്പോൾ മനസ്സിലാകും ദാവീദിൻ്റെ പഴയകാല ചരിത്രം പ്രവാചകനെ ഓർമ്മിപ്പിക്കുന്നുവെന്ന്. വായിക്കാം. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. നിന്നെ ശൗലിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഞാൻ നിനക്ക് നിൻ്റെ യജമാനൻ്റെ ഗൃഹത്തെയും നിൻ്റെ മാർവിടത്തിലേക്ക് നിൻ്റെ യജമാനൻ്റെ ഭാര്യമാരെയും തന്നു. ഇസ്രായേൽ ഗൃഹത്തെയും യഹൂദാ ഗൃഹത്തെയും നിനക്ക് തന്നു. പോരായെങ്കിൽ ഇന്നിനും കൂടെ ഞാൻ നിനക്ക് തരുമായിരുന്നു. നീ യഹോവയുടെ കൽപ്പന നിരസിച്ച് അവൻ അനിഷ്ടമായുള്ളത് ചെയ്തത് എന്തിന്? ഹിത്തിനായ ഊരിയാവെ വാൾ കൊണ്ട് വെട്ടി അവൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ടെടുത്തു. അവനെ അമ്മോന്യരുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു. ദൈവത്തിന് സ്തോത്രം. നീ എന്തെല്ലാം തെറ്റാണ് ചെയ്തത്? നിനക്ക് ഞാൻ അനുഗ്രഹം തന്നതല്ലേ? നിന്നെ ഞാൻ വിടുവിച്ചതല്ലേ? നിന്നെ ശത്രുവായ ശൗലിൻ്റെ കയ്യിൽ ഞാൻ വിടുവിച്ചതല്ലേ? ശൗൽ രാജാവ് നിന്നെ വേട്ടയാടിയപ്പോൾ ശൗലിൻ്റെ കയ്യിൽ പെടാതെ നിന്നെ കാത്തു സൂക്ഷിച്ചതല്ലേ? നീ ആടുകളെ നോക്കുന്ന വേലയിൽ നിന്നെ കൊണ്ടുവന്ന് ഉയർത്തിയത് ഞാനല്ലേ? ആടുകളുടെ പുറകെ നടന്നവനെ കൊണ്ടുവന്ന് രാജകീയ കിരീടം ധരിപ്പിച്ചത് ഞാനല്ലേ? നിൻ്റെ മേൽ തൈലക്കൊമ്പ് താഴ്ത്തി നിൻ്റെ മേൽ അഭിഷേക തൈലം ഒഴിച്ചത് ഞാനല്ലേ? നിൻ്റെ മേൽ എൻ്റെ അനുഗ്രഹങ്ങൾ പകർന്നു നിനക്ക് ഓർമ്മയില്ലേ? ദൈവം ഒന്നൊന്നായി ദാവീദിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓർമ്മപ്പെടുത്താൻ ദൈവം ഉപയോഗിച്ചത് നാഥാൻ പ്രവാചകനെയാണ്. പ്രവാചകൻ്റെ നാവിൽ കൂടിയാണ് ദൈവം സംസാരിച്ചത്. പ്രവാചകൻ്റെ നാവിൽ കൂടി ദൈവം ദാവീദിനോട് സംസാരിച്ചു. ദാവീദിൻ്റെ ജീവിതത്തിൽ അന്ധകാരം നിറഞ്ഞൊരു സമയം വന്നുകൂടി. അന്ധകാരം നിറഞ്ഞു. എന്താണ് കാരണം? ദാവീദിന് പാപം വന്നു. എന്നാൽ ദാവീദിൻ്റെ ജീവിതത്തിൽ ബാല്യം മുതൽ ദൈവാശ്രയമുള്ളവനായിരുന്നു ദാവീദ്. ദൈവഭയമുള്ളൊരു ബാലകനായിരുന്നു. ദൈവഭയമുള്ള യുവാവായി വളർന്നു. യൗവനത്തിൻ്റെ ഒരു നല്ല പ്രായത്തിൽ ദാവീദിന് അത്യത്ഭുതമായ ഒരു മഹാവലിയ അനുഗ്രഹം ലഭിച്ചു. രാജാവായി തീരാനുള്ള അനുഗ്രഹം, നാടിൻ രാജാവായി തീരാനുള്ള അനുഗ്രഹം. ദാവീദിൻ്റെ ചേട്ടന്മാർ അവർ 7 പേരുണ്ട്. അവരാരേക്കാളും കൂടുതലായി ദൈവം ദാവീദിനെ സ്നേഹിച്ചു. ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തു. 78-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണാം. 78-ാം സങ്കീർത്തനം അവസാന ഭാഗം, അവൻ തൻ്റെ ദാസനായ ദാവീദിനെ തെരഞ്ഞെടുത്തു. അവൻ തൻ്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു. ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി. ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി. തൻ്റെ ജനമായ യാക്കോബിനെയും തൻ്റെ അവകാശമായ ഇസ്രായേലിനെയും മേയിക്കേണ്ടതിന് അവനവനെ തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു. ദൈവജനത്തെ നയിക്കുവാനും നടത്തുവാനും ഭരിക്കുവാനും തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ ദാവീദിനെ ദൈവം കൊണ്ടുവന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ഓർക്കാൻ സാധിക്കും, നാം ജീവിച്ച സാഹചര്യങ്ങളിൽ ഏതെല്ലാം കഷ്ടപ്പാടുകളിൽ കൂടിയാണ് നാം നടന്നു പോകുന്നതെന്ന്, ഏതെല്ലാം കടമ്പകളാണ് നാം ചാടിക്കടന്നതെന്ന്, ഏതെല്ലാം വൈതരണികളെയാണ് നാം അഭിമുഖീകരിച്ചതെന്ന്, ഏതെല്ലാം തടസ്സങ്ങളായിരുന്നു ജീവിതത്തിൽ ഉണ്ടായിരുന്നത്, എത്രയോ അപകടങ്ങളിൽ നാം പെട്ടതാണ്, എത്രയോ അനർത്ഥങ്ങൾ നാം കുടുങ്ങിയതാണ്. നാം ഓരോരുത്തരും ചിന്തിച്ച് നോക്കിയാൽ കാണാം, പഴയകാലത്ത് ഉള്ളതിനേക്കാൾ എത്രയോ ഭേദമായ ഒരു കാലമാണ് നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. പഴയകാലത്തുള്ളതിനേക്കാൾ എത്രയോ പ്രതാപമാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. പഴയകാലത്ത് അഡ്രസ്സ് ഉണ്ടായിരുന്നു, പഴയകാലത്ത് പേരുണ്ടായിരുന്നു, പഴയകാലത്ത് ആരെങ്കിലും മാനിക്കുമായിരുന്നു, പഴയകാലത്ത് എല്ലാവരും നമ്മെ ഒറ്റപ്പെടുത്തിയിരുന്നില്ലേ, എല്ലാവരും നമ്മെ അവഗണിച്ചിരുന്നില്ലേ, ആർക്കും ഒരു പരിഗണനാ വിഷയമായിരുന്നില്ലല്ലോ, നമുക്കൊരു വില തന്നിരുന്നില്ലല്ലോ. സമൂഹത്തിൽ മാന്യതയില്ല, സമൂഹത്തിൽ വിലയില്ല. കാരണം പൈസയില്ല, പൈസ ഇല്ലാത്തതിനിടെയാണ് വില, പൈസ ഉണ്ടെങ്കിലേ വിലയുള്ളൂ, അങ്ങനെയാണല്ലോ ഇന്നത്തെ സമൂഹം ചിന്തിക്കുന്നത്. അങ്ങനെ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മിൽ പലരും വാസ്തവത്തിൽ വിലകെട്ടവരായിരുന്നു. നമ്മിൽ ചിലർ രോഗികളായിരുന്നു. രോഗമായിരുന്നതുകൊണ്ട് വാസ്തവത്തിൽ നാം അപകർഷതാബോധത്തിൽ വലഞ്ഞു കഴിയുകയായിരുന്നു. ജീവിതത്തിൽ പലതരം അപകർഷതകൾ,
പലതരത്തിലുള്ളതായ താഴ്ചകൾ നമുക്കുണ്ടായിരുന്നു ഇല്ലേ? അങ്ങനെ ആയിരുന്നില്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. അപകർഷതാബോധം കൊണ്ട് തല കുനിഞ്ഞു പോയ കാലങ്ങളുണ്ടായിരുന്നില്ലേ? മനസ്സ് വാടിപ്പോയ കാലങ്ങളുണ്ടായിരുന്നില്ലേ? മനസ്സ് ഉഷ്ണിച്ചു പോയ കാലങ്ങളുണ്ടായിരുന്നില്ലേ? പലപ്പോഴും ഏങ്ങലടിച്ച കാലങ്ങളുണ്ടായിരുന്നില്ലേ? പലപ്പോഴും വിതുമ്പി വിതുമ്പി കരഞ്ഞ കാലങ്ങളുണ്ടായിരുന്നില്ലേ? ഓർത്ത് നോക്കൂ. ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ കാലങ്ങളുണ്ടായിരുന്നു. ജീവിതത്തിൽ നേരിട്ട ചില കഷ്ടതകൾ നിമിത്തം നിങ്ങൾ വാടിപ്പോയ സന്ദർഭങ്ങളുണ്ടായിട്ടില്ലേ? നിങ്ങൾ തളർന്നു പോയ സന്ദർഭങ്ങളുണ്ടായിട്ടില്ലേ? ജീവിതം വഴിമുട്ടി നിന്ന് പോയ സമയങ്ങളുണ്ടായിട്ടില്ലേ? ഓർത്ത് നോക്കൂ. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ന് ഭാഗ്യവശാൽ കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് സമാധാനമായി ജീവിക്കാൻ, ഇത്രത്തോളം സമാധാനമായി ജീവിക്കാൻ കർത്താവ് നമുക്ക് അനുഗ്രഹം തന്നിരിക്കുന്നു. ഇത്രത്തോളം സമാധാനമായി. ദൈവത്തിന് സ്തോത്രം. എല്ലാവരെക്കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. ചിലർ ഇന്നും അസ്വസ്ഥതയിൽ കഴിയുന്നവരുണ്ട്, നിരാശയിൽ കഴിയുന്നവരുണ്ട്, മനസ്സ് വാടിക്കഴിയുന്നവരുണ്ട്, ജീവിതം മ്ലാനമായി കഴിയുന്നവരുണ്ട്, മുഖം മ്ലാനമായിരിക്കുകയാണ്, ഹൃദയം വിഷാദിച്ചിരിക്കുകയാണ്, ഭാവി ഇരുളടഞ്ഞ് കാണുകയാണ്. പല പല കാരണങ്ങൾ കാണും. ഒരുപക്ഷേ വിദ്യാഭ്യാസം വേണ്ടത്ര കിട്ടിയില്ല, വിദ്യാഭ്യാസം കിട്ടേണ്ട സമയത്ത് വിദ്യാഭ്യാസം കിട്ടാൻ പറ്റാത്ത രീതിയിൽ സാഹചര്യങ്ങളായിപ്പോയി, അങ്ങനെ വരാം. അല്ല, ഒരുപക്ഷെ വിദ്യാഭ്യാസ കാലത്ത് ഉഴപ്പിപ്പോയി, അതുകൊണ്ട് പഠിക്കാൻ പറ്റിയില്ല, വളരാൻ പറ്റിയില്ല, ഉയരാൻ പറ്റിയില്ല, അങ്ങനെ വരാം. ഏതെല്ലാം തരത്തിലുള്ളതായ താഴ്ചകളാണ് നമുക്ക് വന്നത്. ഓർത്ത് നോക്കൂ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ താഴ്ചകളുടെ കാലം, പലതരത്തിലുള്ളതായ അധപ്പതനങ്ങളുടെ കാലം, അപകർഷതകളുടെ കാലം. ദാവീദ് അങ്ങനെയായിരുന്നു. ഒരു കുഗ്രാമത്തിൽ ദാവീദ്, ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ദാവീദിൻ്റെ ചേട്ടന്മാർ 7 പേരും അപ്പനും അമ്മയും, അങ്ങനെ 10 പേരടങ്ങുന്ന ഒരു കുടുംബം. നല്ല പ്രാരബ്ധമുള്ള കുടുംബമായിരുന്നു, നല്ല ചിലവുള്ള കുടുംബമായിരുന്നു. ആഹാരം വേണ്ടേ? അതുകൊണ്ടാണ് ദാവീദിൻ്റെ ചേട്ടന്മാർ 3 പേര്, മൂത്ത ചേട്ടന്മാർ 3 പേര് ശൗൽ രാജാവിൻ്റെ പട്ടാളത്തിൽ ചേരാൻ പോയത്. പട്ടാളത്തിൽ ചേരാൻ പോയി. ജീവിക്കണ്ടേ? പിന്നെയുള്ളത് കുറച്ച് ആടുകൾ. ഈ ആടുകളെ നോക്കാൻ ദാവീദ് പോകും. ആടുകൾ വളർത്തി ആടിൻ്റെ പാല്, ആടിൻ്റെ രോമം, അതുകൊണ്ടെല്ലാം ഉപജീവനം കഴിക്കാൻ ശ്രമിച്ചു. എന്നും ആടുകളുടെ പിറകെ പോകും. മലഞ്ചെരുവിലൂടെ ആടുകളുടെ പിറകെ നടക്കും. ദാവീദ് പാട്ടും പാടി ആടുകളുടെ പിറകെ നടന്നു. അങ്ങനെയാണ് പാട്ട് പഠിച്ചത്. ദാവീദ് കിന്നരം വായിക്കാൻ പഠിച്ചു. ആടുകളുടെ പിറകെ നടക്കുമ്പോൾ അതെല്ലാം പഠിച്ചു വെച്ചു. ഭാഗ്യം. പിൽക്കാലത്ത് ദാവീദ് ദൈവത്തെ സ്തുതിക്കുന്ന, കിന്നരം കൊണ്ട് സ്തുതിക്കുന്ന അനേകം കീർത്തനങ്ങൾ പാടിയിട്ടുണ്ടതാണ് സങ്കീർത്തനങ്ങൾ. ദാവീദ് കാട്ടിൽ കൂടി നടക്കുമ്പോൾ ദാവീദ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നടക്കും. കാരണം ദൈവം ദാവീദിന് വിലപ്പെട്ടവനായിരുന്നു, ദാവീദിന് പ്രിയപ്പെട്ടവനായിരുന്നു. ദാവീദ് ദൈവത്തെ സ്നേഹിച്ചിരുന്നു. അത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചിലർക്ക് ചെറുപ്പകാലത്ത് ഒരു ഭക്തി ഉണ്ടായിരുന്നില്ലേ? ഒരു ദൈവഭക്തി ഉണ്ടായിരുന്നില്ലേ? ചെറുപ്പകാലത്ത് പ്രാർത്ഥിച്ച് കുരിശ് വരച്ചിട്ട് സ്കൂളിൽ പോകുന്ന അനുഭവങ്ങളുണ്ടായിരുന്നില്ലേ ചിലർക്ക്? ഇല്ലേ? നിങ്ങൾ ഓർത്തു നോക്കൂ. പ്രാർത്ഥിച്ചിട്ടേ സ്കൂളിൽ പോകുമായിരുന്നുള്ളൂ, പ്രാർത്ഥിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകുമായിരുന്നുള്ളൂ. ജീവിതത്തിൽ ചില നിഷ്ഠകളുണ്ടായിരുന്നില്ലേ? പുക വലിക്കുകയില്ല, ഒരു നിഷ്ഠ. അരുതാത്ത കൂട്ടുകെട്ടിന് പോവില്ല, ഒരു നിഷ്ഠ. ചീത്ത വർത്തമാനം പറയില്ല, അതൊരു നിഷ്ഠ. അഴുക്ക് വർത്തമാനങ്ങൾ പങ്കുകൂടുകയില്ല, അതൊരു നിഷ്ഠ. വൃത്തികെട്ട സംഭാഷണം പറയുമ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കും, അതും ഒരു നിഷ്ഠ. ജീവിതത്തിൽ ചില നിഷ്ഠകളുണ്ടായിരുന്നില്ലേ? അങ്ങനെയുള്ളവരുണ്ട് എന്ന് എനിക്കറിയാം. ബാല്യം മുതലേ നിഷ്ഠയുള്ളവർ, ബാല്യം മുതൽ നല്ല സാൻമാർഗീയ നിഷ്ഠയുള്ളവർ, തെറ്റ് ചെയ്യില്ല എന്നുള്ള നിർബന്ധമുള്ളവർ, തെറ്റിനെ കിട്ടുകയില്ല, എന്നെ കിട്ടുകയില്ല എന്ന നിർബന്ധത്തോടെ സ്വയം തീരുമാനമെടുത്തവർ, അങ്ങനെയുള്ളവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദാവീദ് ജീവിതത്തിൽ ചില നിഷ്ഠകളുള്ളവനായിരുന്നെങ്കിലും ദാവീദ് ദരിദ്രനായിരുന്നു, ദാവീദ് ക്ഷീണിതനായിരുന്നു. തിരുവചനം പറയുന്നു, ദാവീദിൻ്റെ അപ്പനായ ഇശായിയെ ഒരു ദിവസം ശമൂവേൽ പ്രവാചകൻ വിളിച്ചു. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, നിൻ്റെ മക്കളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ശീലോയിൽ യാഗത്തിന് വരണം. ശീലോയിൽ യാഗത്തിന് വരുമ്പോൾ അവിടെ വെച്ച് നിൻ്റെ മക്കളിൽ ഒരാളെ രാജാവായി അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. മക്കളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരിക, ആരെയാണ് രാജാവാക്കുന്നതെന്ന് അവിടെ വരുമ്പോൾ പറയാം. അപ്പോഴേ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തി തരികയുള്ളൂ. ഇശായിക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ലല്ലോ. നിസ്സാര കാര്യമാണോ? വലിയൊരു കാര്യം സംഭവിക്കാൻ പോവുകയാണ്. വീട്ടിലെ കെടുതി മാറാൻ പോവുകയാണ്, ദാരിദ്ര്യം മാറാൻ പോവുകയാണ്, പതിത്വം താഴ്ച മാറാൻ പോവുകയാണ്, അധപ്പതനം മാറാൻ പോവുകയാണ്, വീട് ഉയരാൻ പോവുകയാണ്. വീട്ടിലെ ഒരു മോൻ രാജാവായി തീരുന്നു. എന്തൊരു സന്തോഷം! ദാവീദ് ഈ സന്തോഷം പങ്കിട്ടു, എല്ലാവരോടും പറഞ്ഞു.
സന്തോഷത്തോടെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റു. എല്ലാവരും എഴുന്നേറ്റു. ദാവീദ് എഴുന്നേറ്റു. എല്ലാവരും പോകാൻ തയ്യാറാകുകയാണ്. ദാവീദും പോകാൻ തയ്യാറായി. പക്ഷേ അപ്പൻ പറഞ്ഞു, മോനെ ദാവീദേ, നീ ആടുകളുടെ പുറകെ പോയിക്കോ. ദാവീദിന് അനുസരണക്കേടൊന്നും വന്നില്ല, പരിഭവവും വന്നില്ല. ദാവീദിനറിയാം എന്നെ അതിനെ കൊള്ളാവൂ എന്ന്. എനിക്ക് രാജാവാകാനുള്ള യോഗ്യത എനിക്കില്ല. ഞാൻ ആടുകളുടെ പുറകെ നടക്കാനാണ് ഞാൻ വിധിക്കപ്പെട്ടത്. അതാണ് എൻ്റെ ജോലി. ദാവീദ് വിനയപൂർവ്വം ആടുകളുടെ പുറകെ പോയി. ബാക്കി 7 പേരെ കൂട്ടിക്കൊണ്ട് ഇശായി ശമൂവേൽ പ്രവാചകൻ്റെ അരികിലേക്ക് ശീലോവിലേക്ക് ചെന്നു. ഇശായി ചോദിച്ചു, നിൻ്റെ മക്കളെവിടെ? ഇവിടെ നിൽക്കുന്നു. എല്ലാവരെയും കാണിച്ചു കൊടുത്തു. മൂത്തവനെ മുമ്പോട്ട് നീക്കി നിർത്തി. അവൻ്റെ പേര് ഏലിയാബ് എന്നാണ്. ഏലിയാബ്. ശമൂവേൽ പറഞ്ഞു, ഇവനെ ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. രണ്ടാമത്തവൻ പട്ടാളത്തിലുള്ള അബീനാദാബാണ്. അബീനാദാബിനെ നീക്കി നിർത്തി. ഇവനെയും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ല. മൂന്നാമത്തേത് ശിമയി എന്ന് പറയുന്ന ശമ്മായാണ്. ശമ്മായെയും തിരഞ്ഞെടുത്തിട്ടില്ല. 2 പേരുണ്ട്, ശിമയി അല്ലെങ്കിൽ ശമ്മ. ശിമയെയും തിരഞ്ഞെടുത്തില്ല. ഓരോരുത്തരും നീക്കി നിർത്തി. 7 പേരെയും നീക്കി നിർത്തി. എല്ലാവരും തീർന്നു. മക്കൾ തീർന്നു. ശമൂവേൽ ചോദിച്ചു, ഇശായി, ദൈവം പറഞ്ഞത് നിൻ്റെ മക്കളിൽ ഒരാൾ രാജാവാക്കുമെന്നാണല്ലോ. നീ നിൻ്റെ മക്കൾ കൂട്ടിക്കൊണ്ട് വരാൻ ഞാൻ പറഞ്ഞില്ലേ? ഇപ്പം എന്താ ആരെയും രാജാവാക്കാത്തത്? എന്താ കാര്യം? ആട്ടെ ചോദിക്കട്ടെ, നിൻ്റെ മക്കൾ എല്ലാവരും ആയോ? ഇശായിക്ക് അല്പം ജാള്യത. ഇശായി പയ്യെ വിനയപൂർവ്വം പറഞ്ഞു, ഇല്ല, ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകൾ മേയ്ക്കുകയാകുന്നു. പറഞ്ഞ സ്വരത്തിൽ തന്നെ കാണാം, അവൻ അതിനെ കൊള്ളാവൂ, ആട് നോക്കാനേ കൊള്ളാവൂ. ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകൾ മേയ്ക്കുകയാകുന്നു. ആടുകളെ മേയ്ക്കാൻ പോയ ദാവീദിനെ അപ്പോൾ തന്നെ ആളയച്ച് വരുത്തി. ദൂരെ നിന്ന് ദാവീദ് വരുന്നത് കണ്ടപ്പോൾ തന്നെ ശമൂവേൽ വിളിച്ചു പറഞ്ഞു, ഇവനാണ് യഹോവയുടെ അഭിഷിക്തൻ, ഇവനത്ര ഇസ്രായേലിൻ്റെ രാജാവ്, ഇവനെയാണ് അഭിഷേകം ചെയ്യേണ്ടത്. ദാവീദ് വന്നു, വിനയപൂർവ്വം ശമൂവേലിന് മുമ്പിൽ നിന്നു. ശമൂവേൽ തൈലക്കൊമ്പ് ഉയർത്തി. തൈലക്കൊമ്പിൽ നിന്ന് തൈലം ഇറ്റിറ്റ് ദാവീദിൻ്റെ ശിരസിലേക്ക് വീണു. ദാവീദ് രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദാവീദിൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ അത്ഭുതമാണ് ദൈവം ചെയ്തത്. ഇത്രയും വലിയ അനുഗ്രഹമാണ് ദൈവം ചെയ്തത്. അർഹിക്കാത്ത അനുഗ്രഹം ലഭിച്ചു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അനുഗ്രഹം ലഭിച്ചു. ഉയർന്നുയർന്ന് വളർന്നു. സ്നേഹിതരെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ ആരെങ്കിലും ഒരു പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്ത് നിന്ന് എത്തിയിട്ടുണ്ടോ? ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു നിലവാരത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടോ? ഒരു പ്രതീക്ഷയില്ലാത്ത സ്ഥാനമാനങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾക്ക് ചിന്തിച്ചാൽ നന്ദിയോടെ ഓർക്കാൻ അനേകം കാര്യങ്ങളുണ്ട്. ചിന്തിച്ചാൽ പഴയ കാലങ്ങളിലേക്ക് ഒന്ന് എളിമയോടെ തിരിഞ്ഞു നോക്കിയാൽ കാണാം നിങ്ങൾക്ക്. എൻ്റെ കർത്താവേ, നീ എന്നെ സ്നേഹിച്ചല്ലോ, നീ എന്നെ തിരഞ്ഞെടുത്തല്ലോ, നീ എൻ്റെ കരത്തിൽ പിടിച്ചല്ലോ, നീ എന്നെ പിടിച്ച് നടത്തിയല്ലോ, നീ എന്നെ വളർത്തിയല്ലോ, നീ എന്നെ ഉയർത്തിയല്ലോ, നീ എനിക്ക് അർഹതയില്ലാത്ത സ്ഥാനമാനങ്ങൾ തന്നല്ലോ. കർത്താവേ, നീ തന്നതല്ലാതെ എനിക്കൊന്നുമില്ല, തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തു. ദാവീദിനെ ദൈവം ഉയർത്തി. ദാവീദ് നന്ദിയുള്ളവനായിരുന്നു. പക്ഷേ ദാവീദ് ഉയർന്ന് ഉന്നതമായ സ്ഥാനമാനങ്ങളിൽ എത്തിയപ്പോൾ എപ്പോഴോ അന്ധകാര ശക്തി ദാവീദിനെ പിടികൂടി. ഇരുളിൻ്റെ അധികാരം ദാവീദിനെ പിടികൂടി. പൈശാചികൻ ദാവീദിനെ പിടികൂടി. കൊട്ടാരത്തിൽ കിടന്നുറങ്ങുന്ന ദാവീദ്, സപ്രപഞ്ചക്കെട്ടിൽ കിടന്നുറങ്ങുന്ന ദാവീദ് ഓർത്തില്ല, ഞാൻ തൊഴുത്തിൻ്റെ വാതിക്കൽ കിടന്നുറങ്ങിയവനാണ് എന്ന്. മറന്നുപോയി. എൻ്റെ പഴയകാലം എന്തായെന്ന് മറന്നുപോയി. പഴയകാലം എത്ര നികൃഷ്ടമായിരുന്നു, എത്ര താണതായിരുന്നു എന്ന് ദാവീദ് മറന്നുപോയി. ദാവീദ് ഇന്ന് കൊട്ടാരത്തിൽ കിടന്നുറങ്ങുന്നു, കൊട്ടാരത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നു, കൊട്ടാരത്തിൽ രാജകിരീടം ചൂടി രാജാവായി വാഴുന്നു. ദാവീദ് മറന്നുപോയി ഇതിൻ്റെ പഴയകാലം. മറക്കരുത് പഴയ കാലങ്ങൾ. പിന്നിട്ട വഴികൾ ഒരിക്കലും മറക്കരുത്. ഞാൻ ആരായിരുന്നു, ഞാൻ എന്തായിരുന്നു ഒരിക്കലും മറക്കരുത്. പിന്നിട്ട വഴികൾ മറക്കരുത്. നിത്യനായ ക്രിസ്തുവിൻ്റെ അത്ഭുതകരം പിടിച്ചതുകൊണ്ടാണ് ഇന്നുവരെയും ഞാൻ എത്തിയത് എന്ന് മറന്നു പോകരുത്. ക്രിസ്തുവാണ് എന്നെ വളർത്തിയതെന്നും ക്രിസ്തുവാണ് എന്നെ ഉയർത്തിയതെന്നും മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. സഹോദരീ സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, നിങ്ങൾ ഓർത്തുകൊള്ളൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നന്ദികേട് വരരുത്. ദാവീദിന് നന്ദികേട് വന്നു. ദാവീദ് ദൈവത്തെ മറന്നുപോയി. ദൈവത്തിൻ്റെ ചില പ്രതിഷ്ഠകൾ എടുത്തിരുന്നു, പ്രതിഷ്ഠകളും വിട്ടുപോയി. ദൈവത്തോട് ചില വാക്കുകൾ പറഞ്ഞിരുന്നു, വാക്കുകൾ മറന്നുപോയി. ദൈവത്തിൽ എടുത്തിരുന്ന ദൃഢനിശ്ചയങ്ങളെല്ലാം പാഴായിപ്പോയി, എല്ലാം താറുമാറായിപ്പോയി. ദാവീദിന് സമ്പത്ത് വർദ്ധിച്ചു, കൊട്ടാരക്കെട്ടുകൾ വർദ്ധിച്ചു,
ദാവീദിന് ജീവിതത്തിൽ സുഖലോലുപത വർദ്ധിച്ചു. ദാവീദ് പകൽ ഉറക്കമായി. വായിക്കുന്ന അങ്ങനെയാണ് 11-ാം അധ്യായം 2 ശമൂവേൽ 11-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ ഖണ്ഡിക വായിക്കുമ്പോൾ കാണാം. ഒരു നാൾ സന്ധ്യാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ, സന്ധ്യാകാറായ സമയത്ത് എഴുന്നേൽക്കുന്നു. ഉറങ്ങിക്കിടക്കുകയായിരുന്നു പകൽ മുഴുവൻ. സുഖലോലുപത വളരെ ലക്ഷൂറിയസായി തീർന്നു, സുഖലോലുപതയായി തീർന്നു. ദാവീദ് പകൽ ഉറക്കമായി, അലസതയായി. സൈന്യമങ്ങ് യുദ്ധരംഗത്താണ്. എന്നും യുദ്ധരംഗത്തേക്ക് മുൻപന്തിയിൽ നിൽക്കാറുള്ള ദാവീദ് ഇന്ന് യുദ്ധരംഗത്തേക്ക് പോയിട്ടില്ല. നമ്മെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ എല്ലാ കൂട്ടായ്മയും ഒരു കൂട്ടായ്മയും മുടക്കാതെ പോയിക്കൊണ്ടിരുന്നവർ ഇന്ന് കൂട്ടായ്മയ്ക്ക് പോകാൻ മടിയായി, വചനം കേൾക്കാൻ മടിയായി, വചനത്തോടുള്ളതായ ഔത്സുക്യം കുറഞ്ഞു, വചനത്തോടുള്ളതായ താല്പര്യം കുറഞ്ഞു, വചനം കേൾക്കാനുള്ളതായ ആഗ്രഹം കുറഞ്ഞു. ഇപ്പോൾ പണ്ടത്തെ പോലെ ആർത്തിയില്ല വചനത്തിന് വേണ്ടി. ഇന്നിപ്പോൾ ചെറിയൊരു പാവം വന്നാൽ പോലും മനസ്സിൽ ഒരു കുണ്ഠിതമില്ല, അയ്യോ തെറ്റുപറ്റിപ്പോയല്ലോ എന്നുള്ള വിചാരമില്ല, അനുതാപമില്ല. ദാവീദ് അലസനായി പോയ ദാവീദ് ഗവനിച്ചില്ല, പകൽ ഉറക്കമാണ്. എന്നാൽ ദാവീദിന് ഒരു തീരുമാനം ഉണ്ടായിരുന്നു. 55 സങ്കീർത്തനം 17-ാം വാക്യം വായിക്കൂ. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു. വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, പ്രാർത്ഥിക്കുന്നവനായിരുന്നു. എന്നാൽ സന്ധ്യയാകാറായപ്പോൾ മെത്തയിൽ നിന്ന് എഴുന്നേറ്റിട്ട് എന്താണ് ചെയ്തത്? പ്രാർത്ഥനാ മുറിയിലേക്ക് പോവുകയല്ല ചെയ്തത്, പ്രാർത്ഥിക്കാൻ പോവുകയല്ല ചെയ്തത്. പ്രാർത്ഥനയുടെ സമയം പോലും തെറ്റി, പ്രാർത്ഥന ഇല്ലാതായി. എന്താണ് ചെയ്തത്? രാജധാനിയുടെ മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ, രാജധാനിയുടെ ടെറസിൽ കൂടി ഉലാവിക്കൊണ്ടിരിക്കുകയാണ്, മാളികമേൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. നേരം സന്ധ്യയാകാൻ പോകുന്നു. ഒരു ഇളംകാറ്റ് വീശുന്നുണ്ട്. അങ്ങ് ദൂരെ കിഴക്ക് ചന്ദ്രൻ പയ്യെ ഉദിച്ചു വരുന്നത് പോലെ തോന്നുന്നു. അത്രയ്ക്കായില്ല. അവിടെ ഒരു വെള്ളവീശി വരുന്നുണ്ട്. ഇരുൾ പരന്നിട്ടില്ല, ചെറിയ ഒരു നേരിയ ഇരുൾ മാത്രമേ വരുന്നുള്ളൂ. സന്ധ്യയാകാറായി, ത്രിസന്ധ്യ എന്ന് പറയും, സന്ധ്യയാകാറായി. ആ സമയത്ത് ദാവീദ് ഉലാവിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ എന്തുണ്ടായി? ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. ദാവീദ് ദൂരെ നോക്കിയപ്പോൾ അങ്ങ് താഴെ ഒരു കുളത്തിൻ്റെ കടവിൽ ഒരു സ്ത്രീ നിന്ന് കുളിക്കുന്നു. ദാവീദിനെ ആരും കാണുന്നില്ല, മനുഷ്യരാരും കാണുന്നില്ല, ദാവീദിൻ്റെ കൊട്ടാരത്തിലുള്ളവരാരും കാണുന്നില്ല. ദാവീദ് അത് നോക്കിക്കൊണ്ടേ നിന്നു. ജീവിതത്തിൽ ചില നിഷ്ഠയുള്ളവനായിരുന്നു ദാവീദ്. ഓരോ അവയവങ്ങളുടെ മേലും ചില നിഷ്ഠയുണ്ടായിരുന്നു, ഓരോ അവയവങ്ങളുടെ മേലും നിയന്ത്രണം ഉണ്ടായിരുന്നു, ഇന്ദ്രിയ ജയമുണ്ടായിരുന്നു, അവയവങ്ങളുടെ മേൽ ജയമുണ്ടായിരുന്നു. എന്നാൽ കണ്ണിന്മേലുള്ള ജയം വിട്ടുപോയി, അത് മാറിപ്പോയി. ജയം പോയി, പരാജയം വന്നു, നോട്ടം അശുദ്ധിയിലേക്കായി. ഒരു സ്ത്രീ കുളിക്കുന്നത് ദാവീദ് കൊട്ടാരത്തിന് മുകളിൽ നിന്നുകൊണ്ട് കണ്ടുകൊണ്ടിരുന്നു. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച് ആ സ്ത്രീയെ പറ്റി അന്വേഷിപ്പിച്ചു. ദാവീദിനെ കൊട്ടാരത്തിൽ സേവകരുണ്ടല്ലോ, എന്തു പറഞ്ഞാലും കേൾക്കാൻ ആളുകളുണ്ടല്ലോ. ഒരു സേവകനെ വിളിച്ച് പറഞ്ഞു, അതാണ്ട് ആ കുളിക്കടവിൽ നിന്ന് കുളിച്ച സ്ത്രീ ഏതാണ്, എവിടെ ഉള്ളവളാണ്, അവളുടെ ബന്ധപ്പെട്ടവർ ആരെല്ലാമാണ് അന്വേഷിച്ചു. അവൾ ഏലിയാമിൻ്റെ മകളും ഹിത്തിനായ ഊരിയാവിൻ്റെ ഭാര്യയുമായ ബത്ശേബ എന്ന് അറിഞ്ഞു. ദാവീദിന് മനസ്സിലായി, ഈ ദാവീദിൻ്റെ തന്നെ പട്ടാളത്തിലുള്ള ഒരു പടയാളിയായ ഊരിയാവിൻ്റെ ഭാര്യയാണ് അവൾ. തൻ്റെ തന്നെ ഒരു വേലക്കാരനായ അഥവാ പടയാളിയായ ഊരിയാവിൻ്റെ ഭാര്യ ബത്ശേബ. ദാവീദ് അവൻ്റെ അധികാരം ഉപയോഗിച്ച് ആ സ്ത്രീയെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. പിന്നുണ്ടായ കാര്യങ്ങൾ വിസ്തരിക്കാൻ, വേദപുസ്തകത്തിലെ വാക്കുകൾ വിസ്തരിക്കാൻ എനിക്ക് യാതൊരു വിധത്തിലും കഴിവില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഇരുന്നതെന്ന് ചിന്തിക്കുമോ? വന്നുപോയ പാവങ്ങളെ ഓർത്തുനിന്ന് അനുഭവിക്കുമോ? പാപം ക്ഷമിച്ചു തരുന്ന ക്രിസ്തുവിൻ്റെ അത്ഭുതകർമ്മ നിങ്ങൾ വിശ്വസിക്കുമോ? ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തീരുമാനമുണ്ടെങ്കിൽ, ഇനിമേൽ പുതിയ മനുഷ്യനായി ജീവിക്കും നിങ്ങൾക്ക് തീരുമാനമുണ്ടെങ്കിൽ, ഇനിമേൽ കർത്താവേ ഞാൻ പാപത്തിന് എന്നിൽ ഇടം കൊടുക്കുകയില്ല എന്ന് നിങ്ങൾക്ക് തീരുമാനമുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ തീരുമാനം നിങ്ങൾക്ക് ഉറപ്പിക്കാം. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് പറയാം, യേശുവേ ഇന്നു മുതൽ ഞാനൊരു പുതിയ മനുഷ്യൻ. നിങ്ങൾക്കിപ്പോൾ ദൈവത്തോട് പറയാം, യേശുവേ ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി. നിങ്ങൾക്കിപ്പോൾ ദൈവത്തോട് പറയാം, എൻ്റെ യേശുവേ എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു തരണമേ, എൻ്റെ എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ ക്ഷമിച്ചു തരണമേ, എൻ്റെ പ്രവൃത്തിയിലെ പാപങ്ങൾ ക്ഷമിച്ചു തരണമേ, എൻ്റെ വാക്കിലെ പാപങ്ങൾ ക്ഷമിച്ചു തരണമേ, എൻ്റെ ചിന്തയിലെ പാപങ്ങൾ ക്ഷമിച്ചു തരണമേ, എൻ്റെ ജീവിതം മുഴുവൻ പാപമായി പോയല്ലോ കർത്താവേ, എനിക്ക് ക്ഷമിച്ചു തരണമേ. ദാവീദിന് പാപമോചനം കൊടുത്ത ദൈവമേ, ദാവീദിൻ്റെ ജീവിതത്തിൽ അന്ധകാരം വന്നപ്പോൾ അനുതാപം കൊണ്ട് അന്ധകാരത്തെ മാറ്റി ദാവീദിന് പാപക്ഷമയാകുന്ന വെളിച്ചം കൊടുത്ത ദൈവമേ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കണമേ, എനിക്ക് പാപമോചനം തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? പാപക്ഷമ തരാൻ യേശു വന്നിട്ടുണ്ട്.
വന്നിട്ടുണ്ട്, പാപമോചനം തരാൻ യേശു വന്നിട്ടുണ്ട്. യേശു ഇതാ തൻ്റെ കൈകൾ വിടർത്തിക്കൊണ്ട് നിങ്ങളുടെ അരികത്തോട് നടക്കുകയാണ്. ആ ആണിപ്പാടുള്ള കരം ഉയർത്തിക്കൊണ്ട് യേശു നിങ്ങളുടെ അരികത്തോട് വരികയാണ്. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ തലമേൽ യേശുവിൻ്റെ കരം വരും. മകനെ, നീ വിശ്വസിക്കൂ, നിൻ്റെ ജീവിതത്തിലെ കേടുകൾ കർത്താവ് മാറ്റിത്തരും, നിൻ്റെ ജീവിതത്തിലെ കെടുതികൾ കർത്താവ് മാറ്റിത്തരും. മകളെ, നിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി പാപം കർത്താവ് ക്ഷമിച്ചു തരും. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പൊക്കി നിന്നെ ശുദ്ധീകരിക്കും. കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളെല്ലാം കഴുകുന്ന, കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളെ ക്ഷമിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തം ഇപ്പോൾ നിങ്ങളുടെ മേൽ തളിക്കട്ടെ. ആ തിരു രക്തം തെളിക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങൾ കഴുകിപ്പോകട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ ബാധകൾ മാറിപ്പോകട്ടെ, അന്ധകാര ശക്തി ഇളകി മാറട്ടെ, ദുഷ്ടപിശാചികൾ വിട്ടുപോകട്ടെ, പൈശാചിക സേനകൾ വിഭ്രമിച്ച് അകലട്ടെ. യേശു ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളുടെ മേൽ തളിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ രോഗസൗഖ്യം ഇറങ്ങി വരട്ടെ. അനേക അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. അതിശീഘ്രമായ അനുഭവം പ്രാപിക്കട്ടെ. സ്വർഗ്ഗം നിങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. സ്വർഗീയ കൃപകൾ നിങ്ങളുടെ മേൽ വന്ന് നിങ്ങളെ ആവസിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വന്ന് പൊതിയട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ ആവരണം ചെയ്യട്ടെ. ദൈവത്തിൻ്റെ രക്തം നിങ്ങളുടെ മേൽ തളിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവം കർത്താവിന് എന്നേക്കുമായി കൈമാറുന്നെന്ന് ഉറപ്പുള്ളവരെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ജീവിതം യേശു ക്രിസ്തുവിന് കൈമാറുന്നെന്ന് എന്നേക്കുമുള്ള ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. തീരുമാനമെടുത്തവർക്ക് അത് പാലിക്കാനുള്ള കൃപ നൽകണമേ കർത്താവേ. തിരക്തത്താൽ അവിടുന്ന് കഴുകണമേ, വെടിപ്പാക്കണമേ, പാപക്ഷമ നൽകണമേ. പൈശാചിക സൈന്യങ്ങളുടെ അന്ധകാര ശക്തികൾ വിട്ടുപോകുവാൻ ഇടയാക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വേണ്ടി ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.